ഹായ് കൂട്ടുകാരെ, ഗവൺമെന്റ് ഹൈസ്കൂൾ പ്ലാവൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നയന ജോയിയാണ് ഞാൻ. ഈ കൊറോണ കാലത്ത് ഞാൻ വീട്ടിലിരുന്ന് ഒരു കഥ എഴുതി. കഥയുടെ പേരാണ് കാടിന്റെ മക്കൾ. ഒരിടത്തൊരിടത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കരടി കാട്ടിലൂടെ നടക്കാനിറങ്ങി. നടക്കുമ്പോൾ ഒരു ചെറിയ റോസാപ്പൂ കരടിയുടെ കണ്ണിൽ പെട്ടു. ഹായ്, എന്ത് മനോഹരം! കരടിക്ക് ആ റോസാപ്പൂവിനെ ഒരുപാട് ഇഷ്ടമായി. കരടി ആ റോസാപ്പൂവിനെ ആ ചെടിയിൽ നിന്നും പറിച്ചെടുത്തു. ആ റോസാപ്പൂവിനടുത്തായി ഒരു മുയൽ താമസിച്ചിരുന്നു. മുയൽ റോസാ ചെടിക്ക് വെള്ളമൊഴിക്കാൻ വന്നപ്പോൾ റോസാ ചെടിയിൽ നിന്നിരുന്ന ചുവന്ന റോസാപ്പൂ കാണുന്നില്ല. മുയൽ ചുറ്റിലും നോക്കിയപ്പോൾ കണ്ടത് ഒരു കരടിയുടെ കയ്യിൽ മുയൽ നട്ടു വളർത്തിയ റോസാപ്പൂ ഇരിക്കുന്നു. മുയൽ കരടിയോട് ചോദിച്ചു, എന്തിനാണ് സുഹൃത്തെ ഞാൻ നട്ടു വളർത്തിയ ചെടിയിൽ നിന്നും ചുവന്ന റോസാപ്പൂ അടർത്തിയത്? അതിൽ ആദ്യമായി വന്ന പൂവായിരുന്നു അത്. കരടി മറുപടി പറഞ്ഞു, ക്ഷമിക്കണം മുയലേ, ഞാൻ കരുതി ഇത് തനിയെ വളർന്നതോ മറ്റുമായിരിക്കുന്നു. നീയാണിത് നട്ടു വളർത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ക്ഷമിക്കണം സുഹൃത്തെ. ശരി, അതൊക്കെ പോട്ടെ. നീ അറിഞ്ഞോ ഏതോ ഒരു വൈറസ് ഈ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നത്? അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം കേട്ടോ. കാട്ടിലെ കരടിയും പുലിയും സിംഹവും മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുമെന്നറിഞ്ഞല്ലോ. ശരിയാണോ അത്? ഇങ്ങനെ മറ്റു മൃഗങ്ങളെ ഭക്ഷിച്ചാൽ ബാക്കിയുള്ള മൃഗങ്ങൾ എങ്ങനെ പേടിച്ച് ജീവിക്കാനാണ്? ഇത് കേട്ടുകൊണ്ട് വന്ന പുലി കരടിയോട് ചോദിച്ചു, നിന്നോട് ആരാണ് ഈ തെറ്റായ പ്രചരണം പറഞ്ഞു തന്നത്? എന്നോട് പറഞ്ഞത് ഈ കുഞ്ഞൻ മുയലാണ്. പുലി ദേഷ്യത്തോടെ മുയലിനോട് ചോദിച്ചു, നിന്നോട് ആരാണിത് പറഞ്ഞത്? സത്യം പറയ്, അല്ലെങ്കിൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഭക്ഷിക്കും. മുയൽ മറുപടി പറഞ്ഞു, എന്നെ ഭക്ഷിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഞാൻ സത്യം പറയാം. ഞാൻ മറ്റുള്ളവരിൽ ഭീതി പടർത്താനാണ് ഈ കള്ളത്തരം പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ. പുലി മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷെ ഈ കള്ളത്തരം ഞാൻ കാട്ടിലെ രാജാവായ സിംഹത്തോടും മറ്റു മൃഗങ്ങളോടും എല്ലാം പറയും. മുയൽ മറുപടി പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ഈ കള്ളത്തരം ഇനി ഞാൻ ആവർത്തിക്കില്ല. പുലി ഇതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോയി. കാട്ടിലെ രാജാവായ സിംഹത്തോടും മറ്റു മൃഗങ്ങളോടും എല്ലാം പറഞ്ഞു. കാട്ടിലെ രാജാവായ സിംഹം എല്ലാ മൃഗങ്ങളെയും ഒപ്പം മുയലിനെയും വിളിച്ചു വരുത്തി. അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും മുയലിനോട് ദേഷ്യമായി. കാട്ടിലെ രാജാവായ സിംഹം എല്ലാ മൃഗങ്ങളോടും ചോദിച്ചു, ഞാൻ ഈ കുഞ്ഞൻ മുയലിനെ എന്ത് ചെയ്യണം? എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒറ്റ സ്വരത്തോടെ പറഞ്ഞു, ഇവനെ കാട്ടിൽ നിന്നും പുറത്താക്കണം. അങ്ങനെ മുയൽ കാട്ടിൽ നിന്നും പോയി. മുയൽ കാട്ടിൽ നിന്നും പോയതോടെ മറ്റു മൃഗങ്ങളെല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലെ രാജാവായ സിംഹം വീണ്ടും മൃഗങ്ങളെല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും അകലം പാലിച്ചു നിൽക്കുക. ഒരുപാട് മനുഷ്യർക്ക് കൊറോണയാണെന്ന് പറയുന്നു. നിങ്ങൾ ആരും മുയലിനെ പോലെ തെറ്റായ പ്രചരണം നടത്തരുത്. നിങ്ങൾ ഒരുമിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ സിംഹത്തോട് ആന ചോദിച്ചു, അങ്ങനെയെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ലല്ലേ? പിന്നെ നമ്മൾ എവിടെ പോയി ഭക്ഷണം കണ്ടെത്തും? സിംഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അകലം പാലിച്ച് ജാഗ്രതയോടെ. ഇതോടെ എന്റെ ചെറുകഥ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.